വ്യത്യസ്ത കഴിവുകളുള്ളവരുടെ ദിനം, ഡേ ഓഫ് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ്. നമ്മുടെ സമൂഹത്തിലെ ബഹുസ്വരതയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ സമർപ്പിച്ച ദിനമാണിത്. മാർ തോമ സെന്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ് MCRD, തെല്ലിയൂർ, ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെന്റർ, മാവേലിക്കര, ശലഭങ്കൽ, സമഗ്ര വികസന കേന്ദ്രം, കൊട്ടാരക്കര, ആശാഭവൻ MT, കെയർ സെന്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, പത്തനാപുരം എന്നീ സ്ഥാപനങ്ങളുടെ പരിശ്രമങ്ങൾ ഈ വീഡിയോയിൽ സമാഹരിക്കുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഉറച്ച ബോധ്യങ്ങൾ ഉണർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും സമൂഹം കെട്ടിപ്പടുക്കാൻ ധൈര്യം നൽകുന്ന ഉത്തരങ്ങൾ നേടാനും ഈ അവതരണം സഹായിക്കും. ഓരോ വ്യത്യാസത്തിലുമുള്ള സൗന്ദര്യത്തെ നമുക്ക് ഒരുമിച്ച് ആദരിക്കാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക. പരിണാമത്തിന്റെ രസതന്ത്രശാസ്ത്രം രചിച്ച ദൈവിക മഹത്വത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഉണ്മയിൽ ഉൽപ്പത്തിക്ക് നാന്ദി കുറിച്ച നാഥൻ സർവവും നല്ലത് എന്ന് കണ്ടു. വേറിട്ട അത്ഭുത സൃഷ്ടികർമ്മത്തിന്റെ പരിപാലകരായി ഭൂവിന്റെ പാലകർക്ക് ജന്മം നൽകിയ തമ്പുരാൻ അവിടെയും ചില വേറിട്ട വൈഭവങ്ങൾ കരുതിവെച്ചു. അപ്രകാരം അവൻ മെനഞ്ഞെടുത്ത മാലാഖമാരുടെ സ്വപ്ന കൂടാരമാണ് കുന്നിൻ മുകളിൽ മാനം തൊട്ട് സ്വർഗീയ മാമഹത്വം വെളിവാക്കുന്ന MCRD നവജ്യോതി. തണ്ടിന്മേൽ പ്രകാശിതമായി നിലകൊള്ളുന്ന ജ്യോതിസായി തെളിയൂർ ദേശത്ത് പ്രശോഭിക്കുന്ന MCRD ക്രാന്തദർശികളായ പിതാക്കന്മാരുടെ ദിവ്യ ആശീർവാദങ്ങളാൽ തുടക്കം കുറിച്ച് 42 ആണ്ടുകൾ പിന്നിടുന്നു. മനം കൗരുന്ന സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമവീക്ഷണ സാക്ഷാത്കാരത്തിന്റെ ചരിതങ്ങളുടെ കഥ പറയുവാനുണ്ട് ഈ സ്വപ്നക്കുന്നിൽ. നീറുന്ന നൊമ്പരങ്ങളിലേക്ക്, സഹനത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് മനുഷ്യ മനസ്സിന്റെ ഉൾത്തുടിപ്പുകളെ അറിയാൻ ഇറങ്ങിച്ചെല്ലുന്ന ആത്മീക അടിത്തറയിൽ പണിതുയർത്തിയ നവീകരണ സഭയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സാമൂഹിക വികസന രംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഈ മണ്ണിൽ നിന്നും ആരംഭിച്ചു എന്നത് അഭിമാനാർഹമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനും അവരുടെ സമൂലമായ വളർച്ചയ്ക്കും ഊന്നൽ നൽകി മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ അഭിവന്യരായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തയുടെയും ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെയും ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെയും എപ്പിസ്കോപ്പൽ രജത ജൂബിലിയുടെ ഭാഗമായി തുടക്കം കുറിച്ച MCRD എന്ന ചുരുക്കപ്പേരിലുള്ള പ്രസ്ഥാനമാണ് മാർത്തോമാ സെന്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. 1981 ഒക്ടോബർ 15 ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച MCRD പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വേറിട്ടവർക്കായി ഒരുക്കപ്പെട്ട ഇടമാണ്. Welcome to Jyoti's Special School and Therapy Center, Mavlikara, a home of love. Established in 1994 under the Chengonnur Mavlikara Diocese, as the day begins, our school buses set out to bring our children to the campus. Hostel students begin their mornings with a quiet prayer in bed, expressing gratitude and welcoming the new day with calm hearts. This institution is a nurturing space for children with special needs. After their morning exercises, the spirit of teamwork fills the air as children and staff come together to clean and care for their surroundings. Some sweep the courtyards, others water the plants, while a few tend to the small vegetable gardens. Every smile, every shared effort reflects a deep sense of belonging. Staff preparing breakfast to ensure a warm start for everyone. As the school buses return, the atmosphere fills with joy and anticipation. Teachers lovingly welcome each child, helping them step down safely and guiding them to the mess hall where a warm breakfast awaits. Smiles, greetings, and gentle care fill the morning with affection and togetherness. In the chapel, children participate in scripture classes led by our dedicated staff.
while elsewhere, the staff take a quiet moment for prayers. At 9:30 a.m., school officially begins with the morning assembly, setting the tone for a day of learning. Classes follow a special syllabus by SCERT, with students grouped according to their abilities, ensuring that each child learns at their own pace. Our children also engage in vocational activities, from soap and detergent making to stitching, candle making, and ornament crafting, developing practical skills and creativity. Lunchtime brings everyone together with a special menu lovingly prepared to meet the needs of every child. Meanwhile, in the therapy wings, children participate in a variety of therapeutic programs, from speech therapy that strengthens communication to occupational and physiotherapy that help build movement and coordination. Specialized behavioral therapy, sensory room sessions, and IEP programs ensure every child receives care tailored to their unique needs. The day continues with dance and band practice, filling the campus with rhythm and joy. Another meaningful day at Jyothis. But the day isn't over. Children residing in the hostel enjoy sports time, playing, laughing, and building friendships. At Jyothis Special School and Therapy Centre, each day is more than a routine. It's a journey of growth, grace, and boundless joy. കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി ഓരോ കുട്ടികളിലെയും പരിമിതികളെ അതിജീവിച്ച് സാധ്യതകളെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം 2020 നവംബർ മാസം 25 ആരംഭിച്ചതാണ് ശലഭങ്ങൾ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്റർ ഫോർ ചിൽഡ്രൻ. ബാല്യം ശരിയായ രീതിയിൽ ശാക്തീകരിക്കുന്നതിലൂടെ സമൂഹത്തെ മൂല്യപൂർണ്ണമാക്കാം എന്നതാണ് ശലഭത്തിന്റെ ലക്ഷ്യം. പ്രശ്നം വന്നതിനു ശേഷം പരിഹരിക്കുക എന്നതിലുപരി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സമൂഹത്തെ സജ്ജമാക്കാം എന്നതാണ് ശലഭത്തിന്റെ ഉദ്ദേശം. ഓട്ടിസം, പഠന വൈകല്യം, സ്വഭാവ വൈകല്യം, വളർച്ചാഘട്ടത്തിലെ പ്രശ്നങ്ങൾ, സംസാര വൈകല്യം, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെയും പരിമിതികളെയും സൈക്കോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ ചികിത്സാ പദ്ധതിയിലൂടെ ശലഭം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു. താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ചിരിക്കുന്ന ശലഭത്തിൽ 250ഓളം കുട്ടികൾ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 40 കുട്ടികൾക്ക് ഇപ്പോൾ ശലഭം സേവനം നൽകുന്നുമുണ്ട്. നിങ്ങൾക്കും ശലഭത്തിനൊപ്പം പങ്കുചേരാം. ശലഭത്തിനായി പ്രാർത്ഥിക്കാം. ശലഭത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം. പരിശീലനം നിങ്ങൾക്കും നേടാം. 1.5 ലക്ഷത്തോളം രൂപ പ്രതിമാസം ചിലവാകുന്ന ശലഭത്തിൽ ഒരു ശലഭം സുഹൃത്തായി എല്ലാ മാസവും ഒരു തുക സാമ്പത്തിക നടത്തിപ്പിനായി നൽകാം. ശലഭത്തെ ഒരു മികച്ച സ്ഥാപനമാക്കാം. പുതുതായി നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്ക് സംഭാവന നൽകാം. കരമേകുവാൻ കരം നൽകാം. നിറങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരട്ടെ. ശ്രദ്ധ പിടിച്ചുപറ്റിയ ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ ഒരു പുനരധിവാസ പ്രവർത്തനമാണ്. ആയിരത്തി 1981 സക്കറിയാസ് മാർ തിയോഫിലസ് തിരുമേനി ആണ് ഇതിൻ്റെ ഒരു ആദ്യ ഭാഗത്തിന് നേതൃത്വം കൊടുത്തതെന്ന് പറയാം. അന്ന് ആശാഭവനായിട്ടല്ല തുടങ്ങിയത്. മാർത്തോമ കെയർ സെൻറ്റർ എന്ന പേരിൽ ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വന്നു ചേരാനുള്ള ഒരിടം യുവാക്കി മാർ കുർലോസ് തിരുമേനി. അപ്പോൾ ഇന്ന് കുർലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ എന്ന തലത്തിലേക്ക് വന്നത്. ആശാഭവനിൽ ഇപ്പോൾ 67 സ്റ്റുഡൻസാണുള്ളത്. 67 സ്റ്റുഡൻസും വളരെ അധികം കഴിവുകളുടെ ഉടമകളാണ്. അവരുടെ കഴിവുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആശാഭവന്റെ ഒരു ലക്ഷ്യം. മുന്നോട്ടുള്ള ഭവനത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത നിർധനരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവിടെ എത്തിക്കുകയും അപ്രകാരം പഠിപ്പിക്കാനായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. കൈകളില്ലാത്തവർ, കാലിന് ബലഹീനതയുള്ളവർ, ശാരീരികമായിട്ട് പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ വിവിധ തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 67 കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെ നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ് എന്നതാണ്. സമൂഹം വളർത്തി വിട്ടിട്ടുള്ളവർ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ പഠനത്തിൽ വളരെ മിടുക്കരായിരുന്നതുകൊണ്ട്
അവരെയൊക്കെ പഠിപ്പിച്ച് ഉയരത്തിലെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആശാഭവനിൽ പഠിച്ച് വളർന്ന സഞ്ജയകുമാർ, ഇരു കരങ്ങളും ഇല്ലാത്ത അദ്ദേഹം ഫൈൻ ആർട്സിൽ ചുമതലകൾ അദ്ദേഹത്തിന് അധ്യാപക നിവൃത്തി നടത്തേണ്ടത്. ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ അത് കൊണ്ടുവന്ന് തിരുമേനിയപ്പച്ചന് തരണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ആദ്യ ശമ്പളം കൈയില്ലാത്തത് കൊണ്ട് അദ്ദേഹം തരുന്നത് നമസ്കാരം. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കുഞ്ഞു കവിതയുണ്ട്. പ്രധാനമന്ത്രിയും ശിപായിയും ഒരേ തരക്കാരാവും ഉറക്കം തൂങ്ങുമ്പോൾ. ഞാനിത് പറയുന്നത് വളരെ പ്രചാരത്തിലുള്ളൊരു വീഡിയോ ഉണ്ട്, ഇതൊന്ന് കണ്ടോളൂ ആദ്യം. വല്ലാതെ ഫീൽ ചെയ്യുന്നില്ലേ? ഏതാനും കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ രാഷ്ട്രപതിക്ക് ജന്മദിനം ആശംസിച്ചുകൊണ്ട് പാട്ടുപാടുന്ന നിമിഷത്തിൽ സങ്കടം നിയന്ത്രിക്കാനാവാതെ ദ്രൗപദി മുർമു എന്ന ഒരു അമ്മ കണ്ണീർ തുടയ്ക്കുന്നതും വിതുമ്പുന്നതുമാണ് വീഡിയോ. ഡെറാഡൂണിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന സ്ഥാപനത്തിലെ കുട്ടികളാണ് ഈ ദൃശ്യത്തിലുള്ളത്. മനസ്സ് വിതുമ്പുമ്പോൾ അധികാരമോ കസേരയോ ഒന്നും ഒരു വിഷയമാവുന്നില്ല. മനുഷ്യനാണെങ്കിൽ അല്പം മാനവികത മനസ്സിലുണ്ടെങ്കിൽ ചില കാഴ്ചകൾ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ഭാരതയാത്രയ്ക്കിടയിൽ ഇതേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. മാജിക് ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്റ്റേജിലെ സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇരുട്ട് മാത്രം കണ്ണുകളിലുള്ള 100 കണക്കിന് കുട്ടികൾ മുന്നിൽ നിരനിരയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ മുന്നിൽ എന്ത് മാജിക്കാണ് കാണിക്കുക എന്നറിയാതെ വിതുമ്പിപ്പോയ നിമിഷങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ യാത്രയിൽ അതുപോലുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഒരു ചെറുവെളിച്ചം പോലും കാണാനാവാതെ മുന്നിലിരിക്കുന്ന ആ നിമിഷം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ലോകം എത്ര ക്രൂരമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണത്. ആ കാഴ്ച കണ്ട് നമ്മുടെ കണ്ണ് നനഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. ബോബിയച്ചന്റെ പുസ്തകത്തിൽ ടോൾസ്റ്റോയുടെ എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവലിന്റെ ഒരു ഭാഗം വിവരിക്കുന്നുണ്ട്. തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പ്രഭുവിന്റെ കുതിരവണ്ടി തട്ടിവീഴ്ത്തി. ആ കുഞ്ഞിനെയും എടുത്ത് മാറോട് ചേർത്ത് അലമുറയിട്ട് കരയുന്ന അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പ്രഭു ഒരു പൊന്നാണയം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. കുതിരവണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ആ പൊന്നാണയം ആരോ കൃത്യമായിട്ട് ആ വണ്ടിയിലേക്ക്, പ്രഭുവിന്റെ കാൽച്ചുവട്ടിലേക്ക് തിരിച്ചറിയുന്നതാണ് ദൃശ്യം. ചില നേരങ്ങളിൽ ആത്മാർത്ഥമായി കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരോളം വില വരില്ല ഒരു പൊന്നാണയത്തിൽ, അല്ലേ?